ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു PSC ടിപ്സ്. അപ്പോൾ നമ്മളിന്ന് നോക്കുന്നത് കറണ്ട് അഫെയർസ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഏതൊരു PSC എക്സാം ആയിക്കോട്ടെ, നമുക്ക് കറണ്ട് അഫെയർസ് ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. അപ്പോൾ നമ്മൾ എന്നും ന്യൂസ് പേപ്പർ വായിക്കുക, അതാത് ഡീറ്റെയിൽസ് എഴുതി വെച്ച് തന്നെ പഠിക്കാൻ ശ്രദ്ധിക്കാം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 2025 ജൂൺ 1 മുതൽ ജൂൺ 30 വരെയുള്ള കറണ്ട് അഫെയർസ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഡോക്ടർ ശശി തരൂർ MP നേതൃത്വത്തിലുള്ള ഇന്ത്യൻ പ്രതിനിധി സംഘത്തിൻ്റെ ഇടപെടലിനെ തുടർന്ന് പാക് അനുകൂല പ്രസ്താവന പിൻവലിച്ച രാജ്യമേത്? ഏത് രാജ്യമാണ്? കൊളംബിയ. ഡോക്ടർ ശശി തരൂർ MP നേതൃത്വത്തിലുള്ള ഇന്ത്യൻ പ്രതിനിധി സംഘത്തിൻ്റെ ഇടപെടലിനെ തുടർന്ന് പാക് അനുകൂല പ്രസ്താവന പിൻവലിച്ച രാജ്യമാണ് കൊളംബിയ. ലോകപ്രശസ്ത വന്യജീവി സംരക്ഷകനായ വാൽമീക് താപ്പറിന് വിട. അദ്ദേഹം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഇന്ത്യയുടെ ടൈഗർ മാൻ. വാൽമീക് താപ്പറിന് അറിയപ്പെടുന്നത് ഇന്ത്യയുടെ ടൈഗർ മാൻ. ലോക ക്ഷീരദിനം എന്ന്? ജൂൺ 1 ലോക ക്ഷീരദിനം. പാലിനെ ആഗോള ഭക്ഷണമായി കണ്ട് അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുക എന്നതാണ് ഈ ദിനാചരണത്തിൻ്റെ ഉദ്ദേശം. നാലാമത്തെ ക്വസ്റ്റ്യൻ, അതിതീവ്ര മഴയ്ക്ക് കാരണമാകുന്ന മേഘം ഏത് മേഘമാണ് അതിതീവ്ര മഴയ്ക്ക് കാരണമാകുന്നത്? ക്യുമുലസ് മേഘങ്ങളാണ്. അതിതീവ്ര മഴയ്ക്ക് കാരണമാകുന്ന മേഘമാണ് ക്യുമുലസ് മേഘങ്ങൾ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, അത്ലറ്റിക്സിൽ വിദേശ മണ്ണിൽ 40 വർഷത്തിനിടയിലുള്ള ഏറ്റവും മികച്ച നേട്ടവുമായി ഇന്ത്യ. ഏത് മത്സരമായിരുന്നു? ഏഷ്യൻ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ്. അതിലെ മെഡൽ പട്ടികയിൽ ഇന്ത്യക്ക് 2ാം സ്ഥാനമായിരുന്നു അല്ലേ. ഏഷ്യൻ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ പട്ടികയിൽ ഇന്ത്യക്ക് 2ാം സ്ഥാനമാണ്. ആറാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ നാവികസേനയും യൂറോപ്യൻ യൂണിയൻ നാവികസേനയും സംയുക്ത അഭ്യാസം നടത്തുന്നു. എവിടെ വെച്ചിട്ട് അഭ്യാസം നടത്തുന്നത്? ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വെച്ച്. ഇന്ത്യൻ നാവികസേനയും യൂറോപ്യൻ യൂണിയൻ നാവികസേനയും സംയുക്ത അഭ്യാസം നടത്തുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വെച്ചാണ്. മുങ്ങിയ കപ്പലിലെ മാലിന്യം ലക്ഷദ്വീപിലെ പവിഴപ്പുറ്റുകളെ ബാധിക്കുന്നുവെന്ന് NGTP വന്നിട്ടുണ്ട്. ഈ NGTയുടെ പൂർണ്ണരൂപം എന്ത്? നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ. NGTയുടെ പൂർണ്ണരൂപമാണ് നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, 1,00,000 പുതിയ പിങ്ക് കാർഡ് വിതരണം ചെയ്യുന്നു. പിങ്ക് റേഷൻ കാർഡ് ഉടമകൾ ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണ്? പിങ്ക് റേഷൻ കാർഡ് ഉള്ളവർ ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണെന്നാണ്? അത് മുൻഗണനാ വിഭാഗം, PHH, പ്രയോറിറ്റി ഹൗസ് ഹോൾഡ്. 2025-26 അധ്യയന വർഷത്തിൽ പൊതുവിദ്യാലയങ്ങളിലുള്ള കുഞ്ഞുങ്ങളുടെ പഠനവും കഴിവുകളും ഉറപ്പുവരുത്തുന്നതിന് ഉൾപ്പെടുത്തിയിരിക്കുന്ന പദ്ധതിയുടെ പേരാണ് സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതി. സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതി. 10ാമത്തെ ക്വസ്റ്റ്യൻ, 2025 ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ കിരീടം കരസ്ഥമാക്കിയ ടീം ഏത്? PSG. 2025 ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ കിരീടം കരസ്ഥമാക്കിയ ടീമാണ് PSG. യുക്രൈൻ സൈന്യം ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള സർജിക്കൽ സ്ട്രൈക്ക് നടത്തി. റഷ്യൻ പോർ വിമാനങ്ങൾ നശിപ്പിച്ചു. ഓപ്പറേഷൻ നൽകിയ പേരെന്ത്? ആ ഓപ്പറേഷൻ നൽകിയ പേരാണ് ഓപ്പറേഷൻ സ്പൈഡേഴ്സ് വെബ്. ഓപ്പറേഷൻ സ്പൈഡേഴ്സ് വെബ്. 12ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും വലിയ കൊടുമുടിയായ കാഞ്ചൻജംഗ. ഈ കാഞ്ചൻജംഗ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനത്ത് ഈ അടുത്ത് മണ്ണിടിച്ചിലിൽ സൈനിക ക്യാമ്പ് ഒലിച്ചുപോയി. ഏതാണ് ആ സംസ്ഥാനം? ആ സംസ്ഥാനം ഏതാണ്? സിക്കിമാണ്. സിക്കിമിൻ്റെ തലസ്ഥാനം ഗാംഗ്ടോക്ക്. 13ാമത്തെ ക്വസ്റ്റ്യൻ, ദേശീയപാത വികസനം സംബന്ധിച്ച് കേന്ദ്രമന്ത്രിയുമായി ചർച്ചയ്ക്ക് ഒരുങ്ങി മുഖ്യമന്ത്രി. കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി ആര്? നിതിൻ ഗഡ്കരി. ദേശീയപാത വികസനം സംബന്ധിച്ച് കേന്ദ്രമന്ത്രിയുമായി ചർച്ചയ്ക്ക് ഒരുങ്ങി മുഖ്യമന്ത്രി. കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി ആരാണ്? നിതിൻ ഗഡ്കരി. 14ാമത്തെ ക്വസ്റ്റ്യൻ, ആയുഷ് മേഖലയിൽ എല്ലാ പ്രവർത്തനങ്ങളിലും നിരീക്ഷണ സോഫ്റ്റ്വെയർ സംവിധാനം ആദ്യമായി ഒരുക്കി മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയായ സംസ്ഥാനം ഏത്? കേരളം.
ആയുഷ് മേഖലയിൽ എല്ലാ പ്രവർത്തനങ്ങളിലും നിരീക്ഷണ സോഫ്റ്റ്വെയർ സംവിധാനം ആദ്യമായി ഒരുക്കി മറ്റു സംസ്ഥാനങ്ങൾക്ക് മാതൃകയായ സംസ്ഥാനമാണ് കേരളം. 15ാമത്തെ ക്വസ്റ്റ്യൻ. നോർവേ മെസ്സിൽ ക്ലാസിക്കൽ ഗെയിമിലൂടെ 1-ാം നമ്പർ താരം മാഗ്നസ് കാൾസനെ പരാജയപ്പെടുത്തിയ ഇന്ത്യൻ താരം ഏത്? ഡി ഗുഗേഷ്. നിലവിലെ ലോക ചെസ് ചാമ്പ്യനാണ് അല്ലേ ആര്? ഡി ഗുഗേഷ്. അദ്ദേഹം എന്താ ചെയ്തത്? നോർവേ മെസ്സിൽ ക്ലാസിക്കൽ ഗെയിമിലൂടെ 1-ാം നമ്പർ താരം മാഗ്നസ് കാൾസനെ പരാജയപ്പെടുത്തിയതാണ് ആര്? ഡി ഗുഗേഷ്. 16ാമത്തെ ക്വസ്റ്റ്യൻ. ആക്സിയം 4 ദൗത്യത്തിലൂടെ 4 പതിറ്റാണ്ടുകൾക്ക് ശേഷം ഇന്ത്യൻ പൗരൻ ബഹിരാകാശത്തെത്തുന്നു. ബഹിരാകാശ യാത്രയിൽ പങ്കെടുക്കുന്ന ഇന്ത്യക്കാരൻ്റെ പേരാണ് എന്ത്? ശുഭാംശു ശുക്ല. ആക്സിയം 4 ദൗത്യം, ആ ദൗത്യത്തിൻ്റെ പേരും പഠിച്ചു വെച്ചോളൂ. ആക്സിയം 4 ദൗത്യത്തിലൂടെ 4 പതിറ്റാണ്ടുകൾക്ക് ശേഷം ഇന്ത്യൻ പൗരൻ ബഹിരാകാശത്തെത്തുന്നു. ബഹിരാകാശ യാത്രയിൽ പങ്കെടുക്കുന്ന ആ ഇന്ത്യക്കാരനാരാ? ശുഭാംശു ശുക്ല. 17ാമത്തെ ക്വസ്റ്റ്യൻ. ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള റെയിൽവേ ആർച്ച് ബ്രിഡ്ജിൻ്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിക്കും. എവിടെയാണിത്? ഈ റെയിൽവേ ആർച്ച് ബ്രിഡ്ജ് എവിടെയുള്ളത്? ജമ്മു കാശ്മീരിലെ ചെനാബ് പാലം. ഇത് നദിയിൽ നിന്നും 359 മീറ്റർ ഉയരത്തിലാണ്. വിഴിഞ്ഞം തുറമുഖം ലോകത്തിലെ ഏറ്റവും വലിയ ചരക്ക് കപ്പൽ ആദ്യമായി ഒരു ദക്ഷിണേന്ത്യൻ തുറമുഖത്തെത്തി. കപ്പലിൻ്റെ പേരെന്ത്? ആ കപ്പലിൻ്റെ പേരെന്താ? MSC ഐറിന. 19ാമത്തെ ക്വസ്റ്റ്യൻ. മധ്യ കേരളത്തിലെ 14 പട്ടണങ്ങൾക്ക് ട്രെയിൻ യാത്രാ സൗകര്യം ലഭ്യമാക്കുന്ന പുതിയ റെയിൽവേ പദ്ധതിയുടെ പേര്? ആ റെയിൽവേ പദ്ധതിയുടെ പേരെന്താ? ശബരി റെയിൽപാത അങ്കമാലി മുതൽ എരുമേലി വരെയാണ്. 20ാമത്തെ ക്വസ്റ്റ്യൻ. 2025 IPL 2020 ക്രിക്കറ്റ് ട്രോഫി നേടിയ ടീം ഏത്? 2025 IPL 2020 ക്രിക്കറ്റ് ട്രോഫി നേടിയ ടീമാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു. 21ാമത്തെ ക്വസ്റ്റ്യൻ. ജൂൺ 5, 2025 ലോക പരിസ്ഥിതി ദിന സന്ദേശം എന്താണ്? പരിസ്ഥിതി ദിന സന്ദേശം എന്തായിരുന്നു? പ്ലാസ്റ്റിക് മാലിന്യം അവസാനിപ്പിക്കുക. ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ. 22ാമത്തെ ക്വസ്റ്റ്യൻ. 2011 ശേഷമുള്ള സെൻസസ് 2027 ഇന്ത്യയിലെ ആദ്യ സെൻസസ് നടന്ന വർഷം ഏത്? 2011 ശേഷമുള്ള സെൻസസ് 2027 അതുപോലെ ഇന്ത്യയിലെ ആദ്യ സെൻസസ് നടന്ന വർഷം 1881. ബംഗളൂരുവിലെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ RCBയുടെ വിജയാഘോഷത്തിനിടെ ദുരന്തം. ചിന്നസ്വാമി സ്റ്റേഡിയത്തിൻ്റെ പ്രത്യേകത എന്ത്? ലോകത്തിലെ ആദ്യത്തെ സൗരോർജ ക്രിക്കറ്റ് സ്റ്റേഡിയമാണ് ചിന്നസ്വാമി സ്റ്റേഡിയം. ബാംഗ്ലൂരിലെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ RCBയുടെ വിജയാഘോഷത്തിനിടയിൽ ഒരു ദുരന്തം നടന്നു അല്ലേ? ആ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൻ്റെ പ്രത്യേകത എന്താണ്? ലോകത്തിലെ ആദ്യത്തെ സൗരോർജ ക്രിക്കറ്റ് സ്റ്റേഡിയമാണ്. ഹരിത കേരളം മിഷൻ്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് ജനകീയ വൃക്ഷവൽക്കരണ പദ്ധതിയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിക്കുന്നു. ആ പരിപാടിയുടെ പേരെന്താ? ഒരു തൈ നടാം എന്നുള്ള പരിപാടിയാണ്. 1 കോടി വൃക്ഷത്തെ നട്ടുപിടിപ്പിക്കുന്ന പരിപാടിയാണിത്. ഹരിത കേരളം മിഷൻ്റെ നേതൃത്വത്തിലാണ് നടക്കുന്നത്. സെൻട്രൽ ഏഷ്യ വോളിബോൾ കിരീടം ഇറാന്. ഫൈനലിൽ ഏത് ടീമിനെ നേരിട്ടു? ഇന്ത്യനെ നേരിട്ടിട്ട് അല്ലേ? സെൻട്രൽ ഏഷ്യ വോളിബോൾ കിരീടം ഇറാന് കിട്ടിയത് ഏത് ടീമിനെ നേരിട്ടിട്ടാണ്? ഇന്ത്യയെ നേരിട്ടിട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ 25 ക്വസ്റ്റ്യൻസ് പരിചയപ്പെട്ടു. ഇനി ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് അടുത്ത ദിവസം നോക്കാം. 100ഓളം ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഈ മാസത്തെ തന്നെ കറണ്ട് അഫയേഴ്സിൽ 100ഓളം ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻസ് അടുത്തൊരു 25 എണ്ണമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.